പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം. താരിഫ് കൂട്ടൽ വിരട്ടലിനെ അതിജീവിച്ച് ഇന്ത്യൻ ഓഹരി വിപണി. ഇന്നലെ ട്രംപ് മോട്ടോർ വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകൾക്ക് നിർമ്മാണത്തിനും അതിനുള്ള വിവിധ താരിഫുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അതിൻ്റെ ചുവടുപിടിച്ച് യൂറോപ്യൻ വിപണിയും US വിപണിയും ഒക്കെ ഇടിവ് രേഖപ്പെടുത്തി. ഇന്ത്യൻ വിപണിയിലും അതിൻ്റെ അലലുകളുണ്ടായെങ്കിലും അതിനെ അതിജീവിച്ച് നമ്മൾ ചെറിയ ഒരു കുതിപ്പോടു കൂടിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 23,591 ബാങ്ക് നിഫ്റ്റി 51,575 ഫൈനാൻസ് നിഫ്റ്റി 25,011 സെൻസെക്സ് 77,006 ക്ലോസ് ചെയ്തിരിക്കുന്നത്. IPO വരുന്ന കമ്പനികൾ ഇന്ത്യൻ വെബ്സ് ലിമിറ്റഡ്, ഇൻഡൻടെക്സ് വെബ് ലിമിറ്റഡ് BSEയിലാണ് ലിസ്റ്റ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ ഡേറ്റ് 26 മാർച്ച് തൊട്ട് 28 മാർച്ച് വരെയാണ്. അലോട്ട്മെൻറ്റ് April 1 ലിസ്റ്റിങ് 3 ഏപ്രിലാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഒരു ഷെയറിന് 51 രൂപ തൊട്ട് 54 രൂപ വരെയാണ്. 2000 എണ്ണം ഒരു ലോട്ടിന് അപേക്ഷിച്ചിരിക്കണം. വൻകിട നിക്ഷേപക സ്ഥാപനങ്ങൾക്ക് 50%, നിക്ഷേപകേതര സ്ഥാപനങ്ങൾക്ക് 15%, റീറ്റെയിലേഴ്സിന് 35%. ബിസിനസ് ആവശ്യത്തിനുള്ള ഷോപ്പിംഗ് ആപ്ലിക്കേഷൻസുകൾ ഡെവലപ്പ് ചെയ്ത്, അതായത് ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനും ബാക്കിയുള്ള ഷോപ്പിംഗ് ഡെവലപ്മെൻറ്റുകൾക്കുള്ള ആപ്ലിക്കേഷനുകൾ, വെബ്സൈറ്റുകൾ ഇവയെല്ലാം നിർമ്മിച്ചു കൊടുക്കുന്ന കമ്പനിയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ പഠനം നടത്തിയിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെയുള്ളത് ഇൻഫർമാറ്റീവ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന BSE ലിസ്റ്റിംഗ് കമ്പനിയാണ്. ആപ്ലിക്കേഷൻ 28 മാർച്ച് തൊട്ട് 3 ഏപ്രിൽ വരെയാണ്. ക്ലോസിംഗ് ഡേറ്റ് 3 ഏപ്രിലാണ്. അലോട്ട്മെൻറ്റ് 4 ഏപ്രിൽ, ലിസ്റ്റിംഗ് 8 ഏപ്രിലിൽ. വില എന്ന് പറയുന്നത് 75 രൂപ തൊട്ട് 79 രൂപ വരെ ആണ്. 1200 എണ്ണത്തിന് അപ്ലൈ ചെയ്തിരിക്കണം. നിക്ഷേപക ഏജൻസികൾക്ക് 50%, നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഏജൻസികൾക്ക് 15%, റീറ്റെയിലേഴ്സിന് 35% ഉള്ളത്. 2014 ഈ കമ്പനി ആരംഭിച്ചത്. വ്യവസായികൾക്കും വ്യവസായ വികസനത്തിനും അങ്ങനെയുള്ള ഏജൻസികൾക്കൊക്കെ മാനേജ്മെൻറ്റ് ട്രെയിനിങ് ഉൾപ്പെടെയുള്ള വിവിധതരം ട്രെയിനിങ് പ്രോഗ്രാമുകൾ, വിൽപ്പന കൂട്ടാൻ വേണ്ടിയിട്ടുള്ള മാനേജ്മെൻറ്റ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ, മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ, എല്ലാ ക്ലാസ്സുകൾ ഇതെല്ലാം സംഘടിപ്പിച്ചു കൊടുക്കുന്ന കമ്പനിയാണ്. നിങ്ങൾ കൂടുതൽ പഠനം നടത്തിയിട്ട് അപ്ലൈ ചെയ്യണോ വേണ്ട എന്ന് തീരുമാനിക്കുക. ബോണസ് വരുന്ന കമ്പനികൾ സറ്റ് ഓട്ടോമോട്ടീവ് 630 രൂപ, ബോണസ് 1:1, 4 ഏപ്രിലാണ്. ഗാലക്സി കോർപ്പറേഷൻ 505, ബോണസ് 9:10, റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. രഞ്ജിത്ത് മെട്രോണിക്സ് 37 രൂപ, ബോണസ് 1:1, റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. ധനലക്ഷ്മി ഓട്ടോ 279 രൂപ, ബോണസ് 1:1, റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. പിന്നെ സ്പ്ലിറ്റ് വരുന്ന കമ്പനികളാണ്. സ്പ്ലിറ്റ് വരുന്നത് SBC Export 1250, സ്പ്ലിറ്റ് 1:10, 1 മെയ്. NB ട്രേഡ് സ്പ്ലിറ്റ് 7 രൂപയാണ്, സ്പ്ലിറ്റ് 1:10, 4 ഏപ്രിലാണ്. രഞ്ജിത്ത് മെട്രോണിക്സ് 43 രൂപ, സ്പ്ലിറ്റ് 1:5, 2 ഏപ്രിലാണ്. കോഫോർ 7511 രൂപ, സ്പ്ലിറ്റ് 1:5, റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. രാജസ്ഥാൻ ട്യൂബ് 139 രൂപ, സ്പ്ലിറ്റ് 1:10, റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. മെർക്കുറി ടൈലിങ്സ് 22 രൂപ, സ്പ്ലിറ്റ് 1:10, റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. പിന്നെയുള്ള ഡിവിഡൻ്റാണ്. TVS ഹോൾഡിങ്സ് 3900 രൂപ, ഡിവിഡൻറ്റ് 93 രൂപ, 28 മെയ് ആണ്. വീനസ് 4637 രൂപ, ഡിവിഡൻറ്റ് 1450, 1 മെയ് ആണ്. ക്രിസിൽ 4187 രൂപ, ഡിവിഡൻറ്റ് 26 രൂപ, 11 ഏപ്രിലാണ്. റെയിൽ ടെക് 323 രൂപ, ഡിവിഡൻറ്റ് 1, 2 ഏപ്രിലാണ്. CI ഓട്ടോമോട്ടീവ് 405 രൂപ, 7 രൂപ ഡിവിഡൻറ്റ്, 23 ഏപ്രിലാണ്. ഇത് നിങ്ങളുടെ അറിവിലേക്ക് സമർപ്പിക്കുന്നു. ഇത് വാങ്ങാൻ വേണ്ടിയുള്ള നിർദ്ദേശമല്ല. നന്ദി, നമസ്കാരം.